ആപ്ലിക്കേഷൻ അയച്ചിട്ടില്ലേ, നിങ്ങൾക്ക് മാർക്കുണ്ടെങ്കിലും അർഹതയുണ്ടെങ്കിലും സീറ്റ് കിട്ടാതെ പോകും. ഇത്തരത്തിലുള്ള ഭയങ്കര ഭീമമായ സംശയങ്ങളും അല്ലെങ്കിൽ ചർച്ചകളും ഒക്കെ നമ്മുടെ നവമാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ സാറിന് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ 90% അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം കഴിഞ്ഞു. കാരണം 20 ലക്ഷം കുട്ടികളെ ബാധിക്കുന്ന കാര്യമാണ്. ഒരു കാരണവശാലും അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയോ അനാവശ്യമായിട്ട് താമസിപ്പിക്കുകയോ കുട്ടികളുടെ ഭാവിയെയോ കുട്ടികളുടെ ആകാംക്ഷയെയോ ഒന്നും ഒരു തരത്തിലും ടോർച്ചർ ചെയ്യരുത് എന്നുള്ളത് സുപ്രീം കോടതിയുടെ വ്യക്തമായ നിർദ്ദേശമുണ്ട്. ഓൾ ഇന്ത്യ കോട്ട വഴി അതേ കോളേജ് കിട്ടുമായിരുന്നു. അവരത് എടുത്തിരുന്നെങ്കിൽ ESA IP-ക്കാർക്ക് അത്രയും കൂടെ കൂടുതൽ റാങ്ക് ഉള്ളവർക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ എത്രത്തോളം നമ്മുടെ തന്നെ ഒരു കുട്ടിയെ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിൽ എല്ലാവരും ശ്രമിക്കണം. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ചർച്ച ചെയ്യാനോ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുക, ഒരു കോളേജിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റൊന്നും തയ്യാറാക്കേണ്ട സമയമല്ല ഇത്. കാരണം ഇനി നമ്മുടെ OMR നമുക്ക് കാണാനുണ്ട്, ഒഫീഷ്യൽ ആൻസർ കീ വരാനായിട്ടുണ്ട്, ഓൾ ഇന്ത്യ റാങ്ക് വരാനുണ്ട്. അപ്പം ഒരു സബ്ജക്റ്റ് വളരെ ഡീപ്പായിട്ട് അറിയാവുന്നവരായിരിക്കണം ടോപ്പ് റാങ്കേഴ്സ്, അവരായിരിക്കണം MBBS പഠിക്കേണ്ടവർ, അല്ലാത്തവരെല്ലാം ബാക്കിയുള്ള കോഴ്സാണ് പഠിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല യഥാർത്ഥത്തിൽ. 2024 അവർ ഏറെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഇത്ര ടോപ്പേഴ്സ് ഉണ്ടാകരുത് എന്ന് മാത്രമായിരുന്നു അവരുടെ നിബന്ധന. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു 60% സാധ്യത ഉള്ളതെന്ന് വിചാരിച്ചേ, ഞാൻ സെക്കൻഡ് ടൈം ചെയ്യാൻ പോകുന്നു, തേർഡ് ടൈം ചെയ്യാൻ പോകുന്നു, അല്ലെ സൂപ്പർ ബിൽഡർ, എനിക്ക് 60% സാധ്യതയേ ഉള്ളൂ എന്ന് വിചാരിച്ച് ചെയ്തേ. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 145ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ. നമസ്തേ ശിവൻ സാർ. തീർച്ചയായിട്ടും നമ്മുടെ നീറ്റ് 2025 കഴിഞ്ഞ് കുട്ടികളെല്ലാവരും വീട്ടിൽ വിശ്രമിക്കുന്ന ഒരു സമയമാണ്. എങ്കിലും അവർ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നതും നീറ്റ് 2025 ബന്ധപ്പെട്ട കാര്യങ്ങളും. തീർച്ചയായിട്ടും ഈ ഒരു കുറച്ച് ദിവസങ്ങളായി ഓൺലൈൻ മീഡിയകളിൽ നമ്മുടെ കുട്ടികൾ പ്രവേശിക്കുമ്പോൾ നീറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രതിസന്ധികൾ അല്ലെങ്കിൽ 2024 അതേ അവസ്ഥ ആവർത്തിക്കപ്പെടുമെന്നുള്ള തംബ്നെയിലുകളിലൊക്കെ പറഞ്ഞ് കുറേ വീഡിയോകൾ പ്രചരിക്കും. കോടതി നടപടികൾ. അതെ, കോടതി നടപടികൾ. ഇതിൻ്റെ ഒരു സത്യം എന്തായിരിക്കും? ഒന്നാമത് നീറ്റ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണ് പരീക്ഷ നടത്തുന്നതും കൗൺസിലിംഗ് നടത്തുന്നതും നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടത്തുന്നത്. മറ്റൊരു കോടതിയും അതിനകത്ത് പ്രത്യക്ഷത്തിൽ ഇടപെടരുത്. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് സുപ്രീം കോടതിയിലോട്ട് ആ കേസ് മാറ്റിയിട്ട് അവരാണത് പരിഗണിക്കുന്നത്. അപ്പം ഒരു സ്കൂളിൽ കറണ്ട് പോയി എന്നുള്ളൊരു കാരണത്തിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് NTA-യുടെ ഒരു റിപ്ലൈ എന്താണ്, ഇതിനകത്ത് എന്താണ് നിങ്ങൾ എഗെയിൻസ്റ്റ് ആയിട്ട്, നിങ്ങൾ എന്താണ് ഇതിനകത്ത് നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്, എന്താണ് നിങ്ങൾക്ക് ആ കുട്ടികൾക്കായിട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു കേസ് വന്ന് എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു റിപ്ലൈ മാത്രമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അത് മറ്റൊരു രീതിയിൽ ഇപ്പോൾ അറിയാമല്ലോ, എല്ലാം നീറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തും ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുന്ന ഒരു സമയമായതുകൊണ്ട് അത് എല്ലാവരും അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നീറ്റ് 2024 ഒരു വിധി 2025 ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏത് ഘട്ടത്തിലാണെങ്കിലും സുപ്രീം കോടതി അത് കൃത്യമായിട്ട് ഇടപെടുകയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ജൂൺ 14 എന്ന് പറഞ്ഞിരിക്കുന്നതാണ് റിസൾട്ട് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ടും ആ ദിവസം തന്നെ റിസൾട്ട് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യും. കാരണം 2024 പോലെ ഇത്രയും വലിയൊരു വിവാദമൊന്നും ഒരിക്കലും, അത് ആയിരുന്നല്ലോ ഏറ്റവും വലിയ വിവാദം. എന്നിട്ട് പോലും നീറ്റ് കൃത്യമായിട്ട് നടക്കുകയും അതിൻ്റെ അലോട്ട്മെൻറ്റ് നടക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ഇത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങൾ മാത്രമാണ്. എല്ലാ വർഷങ്ങളിലും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം സുപ്രീം കോടതിയുടെ വ്യക്തമായ നിരീക്ഷണമുണ്ട്. കാരണം 20 ലക്ഷം കുട്ടികളെ ബാധിക്കുന്ന കാര്യമാണ്. ഒരു കാരണവശാലും അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയോ അനാവശ്യമായിട്ട് താമസിപ്പിക്കുകയോ കുട്ടികളുടെ ഭാവിയെയോ കുട്ടികളുടെ ആകാംക്ഷയെയോ ഒന്നും ഒരു തരത്തിലും ടോർച്ചർ ചെയ്യരുത് എന്നുള്ളത് സുപ്രീം കോടതിയുടെ വ്യക്തമായ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് 2024 അങ്ങനെ തന്നെ പറഞ്ഞല്ലോ, വിശ്വാസ്യത എന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞത്. അതിനുവേണ്ടിയിട്ടാണ് അത്ര ഗഹനമായിട്ട് ആ വിഷയത്തെ അവർ സമീപിച്ചതും. അപ്പം 2024 ഒരു വിവാദങ്ങളും 2025 ആവർത്തിക്കപ്പെടില്ല. ആ കാര്യത്തിൽ റിസൾട്ട് താമസിക്കും, അല്ലെ മറ്റൊരു നീറ്റിലോട്ടുണ്ട്, അങ്ങനെയൊന്നും ഒരു കുട്ടി പോലും അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല. കൃത്യമായിട്ടും നീറ്റ് 2025 OMR ഷീറ്റും അതിൻ്റെ റിസൾട്ടും അതിൻ്റെ അലോട്ട്മെൻറ്റ് നടപടികളും കൃത്യ ഷെഡ്യൂളിൽ തന്നെ നടന്നിരിക്കും. സാർ, കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ശിവൻ സാറിനൊപ്പത്തിൽ സാറ് നിങ്ങളുടെ അവരുടെ മാർക്കിനനുസരിച്ചിട്ടുള്ള സാധ്യതകളും ഒക്കെ ഏകദേശം ഒരു ധാരണ നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് അത് ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്രദമായിരുന്നു നമ്മുടെ കമൻസിലൊക്കെ രേഖപ്പെടുത്തി. തീർച്ചയായിട്ടും. കാരണം കുറേയധികം പേരൻസ്, കുറേയധികം അല്ല എല്ലാവരും തന്നെ പറഞ്ഞ കാര്യം, നമ്മൾ നീറ്റ് എക്സാം മെയ് 4 കഴിഞ്ഞു. വൈകുന്നേരം ഒരു 8 മണിയോടുകൂടി തന്നെ നമുക്ക് കൃത്യമായിട്ടും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഒരു കട്ട് ഓഫിലേക്കായിരിക്കും നീറ്റ് പോകുന്നതെന്നുള്ളത് ഡയറക്ടേഴ്സ് നമ്മളോട് പറയുകയും നമുക്കത് നമ്മുടെ കുട്ടികളെയും രക്ഷിതാക്കളെയും അറിയിക്കാൻ പറ്റുകയും അത് അവരുടെ ആശങ്കയ്ക്ക് വലിയൊരു നിവാരത്തിൽ
കുറവ് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് ബ്രില്യൻറ്റ് മാനേജ്മെൻറ്റ് അത്രത്തോളം ഈ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളാണെന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ 2025 യഥാർത്ഥത്തിൽ കഴിഞ്ഞു, ഇനി 26 അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ യഥാർത്ഥത്തിൽ ബ്രില്യൻറ്റ് ക്യാമ്പസിൽ നടക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും നമ്മളുടെ മാനേജ്മെൻറ്റ് ഓരോ കുട്ടികളുടെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരുടെ മാർക്കിൻ്റെ സാധ്യതകൾ, അഡ്മിഷൻ്റെ സാധ്യതകൾ അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡ്മിഷൻ നടക്കുന്നുണ്ട്, 2026 അഡ്മിഷനുകളും നടക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ 2025 ഉപേക്ഷിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. എല്ലാവരും ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും അവരുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാനേജ്മെന്റ് അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് കുട്ടികളുടെ ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഒരു ഗവൺമെൻറ് സീറ്റിലെങ്കിലും ഒരു വിദ്യാർത്ഥിയെ എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. എവിടെയാണെങ്കിലും, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അത്രത്തോളം അവർ ആഗ്രഹിച്ചാണ് ചെയ്യുന്നത്, അത്രത്തോളം അവർ കഷ്ടപ്പെട്ടതാണ്. കാരണം ആ കഷ്ടപ്പാട് അവർ കണ്ടിരിക്കുന്നതാണ്, രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും. അപ്പം ഒരു വിദ്യാർത്ഥിയെങ്കിലും നമുക്ക് കൂടുതലായിട്ട്, അതുകൊണ്ടാണ് അവർ പ്രത്യേകം നമ്മളോട് പറയുന്നത്. കാരണം ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾ കൂടുതൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ കുട്ടികളോട് പറയണം, രക്ഷിതാക്കളോട് പറയണം, നിങ്ങൾ കൂടുതൽ ഓൾ ഇന്ത്യ ലെവലിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ മറ്റൊരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഒരു നല്ല റാങ്കുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചോളം അയാൾക്ക് കേരളത്തിലായിരിക്കും ചിലപ്പോൾ അഡ്മിഷൻ ആഗ്രഹം, കേരളത്തിൽ തന്നെ ഓൾ ഇന്ത്യ ലെവൽ വഴി എടുത്തോളൂ. കേരളത്തിൽ ആഗ്രഹമുള്ളൊരു കോളേജ് ഒരു ഓൾ ഇന്ത്യ വഴി എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഒരു കുട്ടിക്ക് സാധ്യത കൂടുതലല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും നമ്മൾ എല്ലാവരോടും അങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു കോളേജ് നിങ്ങൾക്കൊരു ഓൾ ഇന്ത്യ വഴി അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കഴിയുമെങ്കിൽ ഓൾ ഇന്ത്യ വഴി ആദ്യം എടുക്കുക. കൂടുതൽ കുട്ടികൾ എയിംസുകൾ ഓപ്റ്റ് ചെയ്യുക. ഓൾ ഇന്ത്യ ലെവലിലുള്ള കൂടുതൽ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള കോളേജുകൾ ഓപ്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ കൂട്ടത്തിലിരുന്ന് പഠിച്ച നമ്മുടെ ഒരു സഹോദരന് ഇവിടെ കൂടുതലായിട്ടൊരു സീറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. അത് അവർ നമുക്ക് തന്നിരിക്കുന്ന മെസ്സേജാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ രക്ഷിതാക്കളിലോട്ട് പാസ് ചെയ്യുന്നതും. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഒരു കട്ട് ഓഫിൽ. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഇപ്പം ESAയുടെ കാര്യമാണെങ്കിൽ അങ്ങനെയുണ്ട്. ഈ ESA IP കോട്ടയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ നമ്മുടെ ക്യാമ്പസിലുണ്ട്. അപ്പം ESA IP കോട്ടയുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ ലെവലിൽ മറ്റൊരു സീറ്റ് കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വഴി തന്നെ ആ സീറ്റ് കിട്ടുമെങ്കിൽ അതെടുത്തു കഴിഞ്ഞാൽ ESA IP ഉള്ള മറ്റൊരാൾക്കൊരു സീറ്റ് കിട്ടും. കഴിഞ്ഞ തവണ 20,000 റാങ്കുള്ള ഏതാണ്ട് 40ഓളം കുട്ടികൾ ESA IP കോട്ട വഴി അഡ്മിഷൻ എടുത്തു. യഥാർത്ഥത്തിൽ അവർക്ക് അതേ കോളേജ് ഓൾ ഇന്ത്യ വഴി കിട്ടുമായിരുന്നു, ഓൾ ഇന്ത്യ കോട്ട വഴി അതേ കോളേജ് കിട്ടുമായിരുന്നു. അവരത് എടുത്തിരുന്നെങ്കിൽ ESA IP-ക്കാർക്ക് അത്രയും കൂടെ കൂടുതൽ റാങ്ക് ഉള്ളവർക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ എത്രത്തോളം നമ്മുടെ തന്നെ ഒരു കുട്ടിയെ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിൽ എല്ലാവരും ശ്രമിക്കണം. അത് തീർച്ചയായിട്ടും അലോട്ട്മെൻറ്റിൻ്റെ സമയത്തൊക്കെ നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്. സാർ, അപ്പോൾ ഈ വർഷത്തെ കുട്ടികളുടെ റാങ്കും സാധ്യതകളും ഒരിക്കൽ കൂടി നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ? തീർച്ചയായിട്ടും അതിനുള്ള സമയമായിട്ടില്ല. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ആ പരീക്ഷ കഴിഞ്ഞ് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, കട്ട് ഓഫ് കുറയുമെന്നുള്ളത് നമ്മൾ പറഞ്ഞു. തൊട്ട് പിറ്റേ ദിവസം ഏകദേശം ഒരു കണക്കനുസരിച്ചൊക്കെ ഇന്നതാണ് സാധ്യത, ഒരു 510 വരെ, നമ്മൾ 510 പറഞ്ഞത്, 510 വരെയൊക്കെ ഓൾ ഇന്ത്യ കോട്ട കിട്ടും, സെൽഫ് ഫിനാൻസിങ് കോളേജ് 450 വരെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതവിടെ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ അറിയാം, ഈ പറഞ്ഞ പോലെ നീറ്റ് സംബന്ധിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ധാരാളം വ്യൂവർഷിപ്പ് ഉള്ളതുകൊണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ചർച്ച ചെയ്യാനോ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുക, ഒരു കോളേജിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റൊന്നും തയ്യാറാക്കേണ്ട സമയമല്ല ഇത്. കാരണം ഇനി നമ്മുടെ OMR നമുക്ക് കാണാനുണ്ട്, ഒഫീഷ്യൽ ആൻസർ കീ വരാനായിട്ടുണ്ട്, ഓൾ ഇന്ത്യ റാങ്ക് വരാനുണ്ട്. തികച്ചും മുൻ വർഷങ്ങളിൽ നിന്ന് വിഭിന്നവുമായിരുന്നു നീറ്റ്. ഓൾ ഇന്ത്യ തലത്തിൽ എത്രത്തോളം കുട്ടികളുടെ പെർഫോമൻസ് ഉണ്ട്. ഇപ്പം ബ്രില്യൻറ്റിലെ കുട്ടികളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് വളരെ വലിയ രീതിയിൽ നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് കിട്ടാൻ പോവുകയാണ്. പക്ഷേ നമുക്ക് അത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത്രയധികം കുട്ടികളെ നമുക്ക് ഓൾ ഇന്ത്യ റാങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു 40% കുട്ടികൾ ഓൾ ഇന്ത്യ റാങ്കിൽ കൂടുതൽ വരുമെന്ന് നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ തിരിച്ചും സംഭവിക്കാമല്ലോ. അപ്പം ഇപ്പം നമ്മൾ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കുക മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു കാരണവശാലും ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തിരികുകയോ ഇതനുസരിച്ച് എനിക്ക് ഇന്നതാണ് കിട്ടുന്നത്, എനിക്ക് ഗവൺമെൻറ് കിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കോഴ്സുകളെ കിട്ടുകയുള്ളൂ, കിട്ടുക എന്നൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇത്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള സാധ്യതകൾ എന്താണ്, ഐസറിൻ്റെ എക്സാം, എയിംസ് BSc നഴ്സിംഗിൻ്റെ എക്സാം, നൈസറിൻ്റെ എക്സാം, CUET-യുടെ എക്സാം, മറ്റുള്ള ഡിഗ്രി കോഴ്സുകൾ, മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഇപ്പം നമ്മുടെ കേരളത്തിലെ LBS സെൻറ്റർ വഴി BSc നഴ്സിംഗും അലൈഡ് കോഴ്സുകളുടെ ആപ്ലിക്കേഷൻ ക്ഷണിക്കുകയാണ്. എല്ലാ സാധ്യതകൾക്കും നമ്മൾ നമുക്ക് താല്പര്യമുള്ളത് എല്ലാത്തിനും നമ്മൾ അപേക്ഷിക്കുകയും അതിൻ്റെ ഒക്കെ ഒരു പ്രയോറിറ്റി, ഒരു സാധ്യതയെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് മാത്രമേ നീറ്റിനെ വിശകലനം ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കോളേജിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, നമുക്കൊരു കീ വരുമ്പോൾ ഒരു കീ മാറി നമുക്കൊരു 5 മാർക്ക് കുറഞ്ഞാൽ നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ, അല്ലെങ്കിൽ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഏറ്റവും താഴെ കിടക്കുന്ന കോളേജായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ 25 കോളേജ്
കോളേജിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, അല്ലെ 250 കോളേജിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, നമ്മുടെ മാർക്കൊന്ന് മാറി നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന ഒരു കോളേജാണ് അഡ്മിഷൻ കിട്ടിയെന്നിരിക്കുക, എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ? ഒരു ആവശ്യവുമില്ല. ഏറ്റവും മോശമാണ് എൻ്റെ പ്രയോറിറ്റിയിൽ നിന്ന് നമ്മൾ വിചാരിച്ച ഒരു കോളേജാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. നമ്മൾ അവിടെയാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പം നമ്മളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ എത്രത്തോളം കോളേജുകളിൽ നമ്മൾ പോയിരിക്കുന്നു? കോളേജിനെ കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കോളേജിലും നമ്മൾ കൂടുതലായിട്ടും കുറവായിട്ടും ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ വീടിനടുത്തുള്ള കോളേജ് ഏതാണോ അത് തന്നെയാണ് ഏറ്റവും നല്ല, അല്ലേ? നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റുന്നതല്ല. പിന്നെ പ്രൊഫഷണലിസം അല്ലെങ്കിൽ ഷെഡ്യൂള് നമുക്ക് ഒത്തിരി വൈഡായിട്ട് നമുക്ക് പോകണം. നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഒരു ഹൈ എഡ്യൂക്കേഷനിലോട്ടൊക്കെ, ഒരു ഹയർ എഡ്യൂക്കേഷനിലോട്ടൊക്കെ നമുക്ക് പോകണം. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ തീർച്ചയായിട്ടും. പിന്നെ ഫീസിൻ്റെ കാര്യങ്ങൾ അതൊക്കെ തീർച്ചയായിട്ടും വ്യത്യസ്തമുണ്ട് താനും. ഒരു ക്യാമ്പസിൻ്റെ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും വ്യത്യാസമുണ്ട്. അതിൽ കാറ്റഗറൈസ് ചെയ്യപ്പെടുകയും ചെയ്യാം. പക്ഷേ അതിനല്ലാതെ എവിടെ പഠിച്ചാലും നമുക്ക് പറയുന്ന MBBS എന്ന് പറയുന്ന ആ ഡിഗ്രിക്ക് ഒരേ വാല്യൂ ആണ്. 720 ഉള്ള കുട്ടിക്കാണെങ്കിലും ഓൾ ഇന്ത്യ റാങ്ക് 1 ഉള്ള കുട്ടിക്കാണെങ്കിലും ഓൾ ഇന്ത്യ റാങ്ക് 10 ലക്ഷം കിട്ടുന്ന കുട്ടിക്കാണെങ്കിലും കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് ഒരേ വാല്യൂ ആണ്, ഒരേ ഹയർ എഡ്യൂക്കേഷൻ സാധ്യതയാണ്. അല്ലാതെ ആ ഹയർ എഡ്യൂക്കേഷന് പോലും ആ കിട്ടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അല്ല, PG എൻട്രൻസിൻ്റെ റാങ്ക് വെച്ചിട്ടാണ് അതിൻ്റെ സാധ്യതകളുള്ളത്. അപ്പം ഒരിക്കലും ഒരു കോളേജിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ട സമയമല്ല ഇപ്പം. അതിൻ്റെ ഒരു ലിസ്റ്റൊന്നും തയ്യാറാക്കേണ്ട സമയമല്ല. അതൊക്കെ റാങ്ക് വന്നു കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് നമുക്കറിയാമല്ലോ നമ്മുടെ മാർക്ക്, റാങ്ക്, കേരള മെഡിക്കൽ റാങ്ക് ഒക്കെ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ അങ്ങനെയുള്ള ഘട്ടത്തിലോട്ട് നമ്മുടെ സാധ്യതയെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് കിട്ടാൻ പോകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാവുള്ളൂ. ഇപ്പം ചെയ്യേണ്ടത് നമ്മുടെ മറ്റുള്ള സാധ്യതകൾ, കാരണം ഇത് മാത്രമല്ല ജീവിതത്തിൽ വിജയിക്കാനുള്ള അത്രയധികം സാധ്യതകളാണ് 2025 ജോബി സാറിൻ്റെയൊക്കെ ഒരു ഇൻ്റർവ്യൂ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ പഠിക്കാൻ തോന്നുന്ന അത്രത്തോളം ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള കോളേജുകളും കോഴ്സുകളും ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. CUET വെച്ചിട്ടാണെങ്കിലും ഐസർ വെച്ചിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞ എല്ലാ പ്രോഗ്രാമുകൾ വെച്ചിട്ടാണെങ്കിലും. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കുകയും ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ്, ഒരു കമ്പ്യൂട്ടർ സയൻസിന് ചേരുന്നു, എന്തൊക്കെ സാധ്യതകളാണ് ഒരു വ്യക്തിക്ക് ഈ 4 വർഷം കൊണ്ട് CS പഠിക്കാം. അതോടൊപ്പം തന്നെ അഡീഷണലായിട്ട് എന്തുമാത്രം സാധനങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മെഡിക്കൽ ആസ്പിറൻ്റ് ആയിരിക്കാം, മെഡിക്കലിന് താല്പര്യമുള്ള കുട്ടി ആയിരിക്കാം, നീറ്റിന് അല്പം മാർക്ക് കുറവുമായിരിക്കാം. പക്ഷേ അയാൾ ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലോട്ട് മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് അതിൻ്റെ പാരലായിട്ട് പഠിക്കാൻ പറ്റുന്ന എന്തുമാത്രം പ്രോഗ്രാമുകളുണ്ട്. അപ്പം ധാരാളം നമ്മളുടെ സാധ്യതകളെ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക, സിലബസുകൾ മനസ്സിലാക്കുക, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട സമയമാണ് കൃത്യമായിട്ടും ഈ ഒരു സമയം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കോളേജിൻ്റെ ഇനിയും വീണ്ടും നീറ്റ് 2025 എനിക്ക് ഇത്ര മാർക്കുണ്ട്, എവിടെയാണ് കിട്ടുക, എനിക്ക് കിട്ടുമോ, ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടുമോ, അതിൻ്റെ ഒരു സമയമല്ല ഇതെനിക്ക് തോന്നുന്നു. ഇനി എല്ലാവരും ഒറിജിനൽ കീ വരികയും ഓൾ ഇന്ത്യ റാങ്ക് വരുന്നതും കേരള മെഡിക്കൽ റാങ്കൊക്കെ വന്നിട്ട് മാത്രമേ നമ്മളുടെ കൃത്യമായിട്ടൊരു ഇതിലോട്ട് പോകാവുള്ളൂ. സാർ, ഇപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾ വളരെ ടെൻസ്ഡ് ആണ്. കാരണം ഈ ഓൾ ഇന്ത്യ കോട്ട, കേരള കോട്ട, അലോട്ട്മെന്റ് പ്രോസസ്സുകൾ ഇപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ ഇപ്പോഴേ നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചിടണം. ആപ്ലിക്കേഷൻ അയച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിലും അർഹതയുണ്ടെങ്കിലും സീറ്റ് കിട്ടാതെ പോകും. ഇത്തരത്തിലുള്ള ഭയങ്കര ഭീമമായ സംശയങ്ങളും അല്ലെങ്കിൽ ചർച്ചകളും ഒക്കെ നമ്മുടെ നവമാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ സാറിന് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ 90% അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം കഴിഞ്ഞു. ഇനി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ അതെല്ലാം ലൈവുകളിലും പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറിക്കുള്ളിരുന്നുകൊണ്ട് നമ്മുടെ സ്വന്തം ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഒരച്ഛനും അമ്മയ്ക്കും മക്കൾക്കും കൂടെ തീരുമാനിക്കാവുന്ന വളരെ ലഘുവായൊരു പ്രോസസ്സാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിന് ഒരു കാരണവശാലും മറ്റൊരാളുടെ സഹായമോ ഒരു പൈസ കൊടുത്ത് മറ്റൊരാളുടെ സഹായമോ ഒന്നും ദയവായിട്ട് തേടരുത്. നമ്മൾ ആദ്യത്തെ ലൈവ് സെഷനിൽ തന്നെ ഞാനത് പറഞ്ഞിരുന്നു. ഇപ്പം തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മാർക്കുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സ്റ്റേറ്റുകളിലൊക്കെ അഡ്മിഷൻ മേടിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പൈസ മേടിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇത്ര രൂപ തന്നാൽ മതി, ഞങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ട് സഹായിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് പൈസ അടയ്ക്കുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ദയവായിട്ട് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. മറ്റൊരു എക്സ്ട്രാ ഏജൻസിയെ നിങ്ങൾ കൊടുക്കും. ഇപ്പം ഇത് ബ്രില്യൻറ്റ് ചെയ്യുന്നതും നമ്മൾ തികച്ചും ഫ്രീ ആയിട്ട്, ബ്രില്യൻറ്റിലെ കുട്ടികൾക്ക് പോലും അല്ല, പബ്ലിക്കിന് മൊത്തമായിട്ടാണ് നമ്മൾ അലോട്ട്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും, കോളേജിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ്, ഓപ്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്, കോളേജിൽ ചേരുമ്പോൾ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റുകളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയും. നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാ പബ്ലിക്കിനോടും, എല്ലാ മലയാളികളോടുമാണ്, എല്ലാ സെൻട്രലിലും പഠിച്ചവരോട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഇന്ന സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത്, ഇന്നതാണ് കോളേജിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ്, ESI കോട്ട ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഒരു രജിസ്ട്രേഷൻ ഫീസും മേടിക്കാതെ അല്ലെങ്കിൽ ഒരു പ്രതിഫലവും നോക്കാതെയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം അതിൽ ദയവായിട്ട് വിശ്വസിക്കുകയും അതിനനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുക.
ചിലർക്കെങ്കിലും പേടിയുണ്ട്, നല്ല റാങ്ക് ഉണ്ടെങ്കിൽ ഞാനത് ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് എനിക്കൊരു സീറ്റ് നഷ്ടപ്പെടുമെന്ന്. ബ്രില്യൻറ്റിൽ പഠിച്ചൊരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു മലയാളിക്കെന്ന് വേണേൽ പറയാം, ഒരു റാങ്ക് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവൻ അർഹതപ്പെട്ട സീറ്റ് കിട്ടാതെ പോവില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലായിടത്തും ഇങ്ങനെയല്ല അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഇത് വേണ്ട. 90% നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനി 10% മാത്രമേ ഉള്ളൂ ഈ സൈറ്റിൽ. അത് നമുക്ക് റാങ്ക് വരാത്തതുകൊണ്ടാണ് കൂടുതലും എന്താണെന്നുള്ളത് ഇവർക്കൊരു പിന്നെ ഒരു പേടി. ആ റാങ്കും കൂടെ വന്നു കഴിയുമ്പം അതും തീരും. 99% പരിപാടികളും തീരും. പിന്നെ നമുക്ക് ആ 1% ഇതിൻ്റെ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുക്കുക, ആ കിട്ടുന്ന കോളേജിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ചേരുക എന്നുള്ള ഒരു ഏറ്റവും ലഘുവായിട്ടൊരു പ്രോസസ്സാണ്. പിന്നെ അവസാനത്തെ സ്ട്രേ വേക്കൻസി വരെ വെക്കണം. അതൊക്കെ നമുക്ക് റിസ്ക്കാണ്. ഇപ്പം നമുക്ക് സ്ട്രേ വേക്കൻസി വരെ നിന്ന് കഴിഞ്ഞാൽ റാങ്ക് വളരെ കുറവാണെങ്കിൽ ഒരു നല്ല സീറ്റ് കിട്ടുമോ? അങ്ങനെയൊന്നും കിട്ടില്ല. അല്ലെങ്കിൽ ഈ കോളേജിൽ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു സീറ്റ് കിട്ടുമോ? അങ്ങനെയൊന്നുമില്ല. ഈ അലോട്ട്മെൻറ്റ് വഴി മാത്രമേ നമുക്ക് സീറ്റ് കിട്ടുകയുള്ളൂ. അതിന് ഈ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും ലഘുവാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീടുകളിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യാവുള്ളൂ എന്നൊരു അഭ്യർത്ഥനയാണ് എല്ലാവരോടും പറയാനുള്ളത്. സാർ, ഇപ്പോൾ 2024 നീറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ വളരെ ഈസി ആയിരുന്നു, കുറേ വിവാദങ്ങളും ഉണ്ടായി. അപ്പോൾ എല്ലാവരും പറഞ്ഞു 2025 കഠിനമാവും എന്നുള്ളൊരു രീതിയിലുള്ള പരാമർശം ഉണ്ടായിരുന്നു. തീർച്ചയായും തിരിച്ചുകൊണ്ടായിരുന്നു. ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും. ഇനി എല്ലാവർക്കും 700 മാർക്ക് കിട്ടിയാൽ മാത്രമേ MBBS എന്നുള്ളത് പറഞ്ഞു. ഇപ്പം അത് മാറ്റി കുറഞ്ഞ മാർക്കാണെങ്കിൽ ഗവൺമെൻറ് MBBS കിട്ടുമെന്ന് പറയും. അതെ. ഇനി 2026 നോക്കി കാണുന്നതും ഭയങ്കര ഭീമമായിട്ട് അല്ലെങ്കിൽ ടഫായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംശയങ്ങളെ കുറിച്ചിട്ടുള്ള സാറിൻ്റെ ഒരു മറുപടി എന്താ? യഥാർത്ഥത്തിൽ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നമുക്കറിയാമല്ലോ, ഈ ആദ്യമായിട്ടാണ് അവരൊരു പ്ലാൻഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നതും ഈ രീതിയിൽ 2024 പോലെ ഇത്രയധികം ടോപ്പേഴ്സ് വേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതൊരിക്കലും എയിംസിൽ പഠിക്കുന്നവർ ഇന്ന രീതിയിൽ ആയിട്ടുള്ളതായിരിക്കണം, ടോപ്പ് റാങ്കേഴ്സ് എല്ലാം ഇത്രത്തോളം ടഫുള്ളൊരു എക്സാം എഴുതണം, അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ പുറത്തല്ല. ഒന്നും കൂടെ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. എയിംസിൽ പഠിക്കേണ്ടവരെല്ലാം ഇന്ന രീതിയിൽ ഫിസിക്സ് നന്നായിട്ട് അറിയാവുന്നവരായിരിക്കണം. കാരണം ജെയ്ക്ക് എങ്ങനെയുണ്ട്, ജെയ്ക്കും ജെയ് അഡ്വാൻസിനും നന്നായിട്ട് മാത്തമാറ്റിക്സ് അറിയാവുന്നവരായിരിക്കണം, മാത്തമാറ്റീഷ്യൻസ് ആയിരിക്കണം എഞ്ചിനീയറിങ്ങിന് അവിടെ വരണം എന്നുള്ളതുണ്ട്. പക്ഷെ മെഡിക്കലിന് അങ്ങനെ ഇല്ല. അപ്പം ഒരു സബ്ജക്റ്റ് വളരെ ഡീപ്പായിട്ട് അറിയാവുന്നവരായിരിക്കണം ടോപ്പ് റാങ്കേഴ്സ്, അവരായിരിക്കണം MBBS പഠിക്കേണ്ടവർ. അല്ലാത്തവരെല്ലാം ബാക്കിയുള്ള കോഴ്സാണ് പഠിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല യഥാർത്ഥത്തിൽ. 2024 അവർ ഏറെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഇത്ര ടോപ്പേഴ്സ് ഉണ്ടാകരുത് എന്ന് മാത്രമായിരുന്നു അവരുടെ നിബന്ധന. അതുകൊണ്ടാണ് 2025 അങ്ങനെ സംഭവിച്ചത്. 2026 അങ്ങനെ സംഭവിക്കണമെന്നില്ല. പക്ഷേ 2024 പോലെ വളരെ സിമ്പിളൊന്നും ആയിരിക്കില്ല. നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ടാവും. കാരണം ബയോളജി ആണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ എഴുതാവുന്നൊരു മോഡല്ല ഇത്തവണയും വന്നത്. നന്നായിട്ട് ഡെപ്തിൽ തന്നെയാണ് ചോദ്യങ്ങൾ വന്നത്. അപ്പം 2026 നോക്കിക്കാണുന്നവർക്ക് ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ആഗ്രഹം എത്രയുണ്ട്. നിങ്ങൾക്ക് ഈ മെഡിക്കൽ ഫീൽഡിനോടുള്ള പാഷൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒന്നാമത് വേണ്ടത് ആഗ്രഹമാണ്. രണ്ടാമത് നോക്കുക, ആ ആഗ്രഹത്തിനനുസരിച്ച് എൻ്റെ എത്രത്തോളം പ്രവൃത്തി ചെയ്യാൻ കഴിയും. നന്നായിട്ട് പഠിക്കാനുണ്ട്. NCERTയുടെ ചാപ്റ്ററുകൾ നമ്മൾ ജൂൺ മുതൽ റെഗുലറായിട്ട് ക്ലാസ്സുകൾ എടുക്കും. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 5 മണിക്കൂർ 5-5.5 മണിക്കൂർ റെഗുലറായിട്ട് നമുക്ക് ക്ലാസ് ഉണ്ട്. 5-5.5 മണിക്കൂർ നമ്മുടെ ക്യാമ്പസിൽ തന്നെ ഇരുന്ന് പഠിക്കാനുള്ള സമയമുണ്ട്. ഹോസ്റ്റലുകളിൽ ചെന്ന് പഠിക്കാനുള്ള സമയമുണ്ട്. എല്ലാ തിങ്കളാഴ്ചകളിലും പരീക്ഷകളുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ് എക്സാമുകളുണ്ട്. അതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ തീരുമ്പോൾ എക്സാം ഉണ്ട്. അതിൻ്റെ തന്നെ കമ്പൈൻഡ് ആയിട്ടുള്ള എക്സാമുകളുണ്ട്. അങ്ങനെ ജനുവരി വരെ നമുക്ക് റെഗുലറായിട്ട് ഈ NCERTയുടെ ചാപ്റ്ററാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. അത് സ്റ്റേറ്റ് പഠിച്ചിട്ടുണ്ടാകാം, CBSE പഠിച്ചിട്ടുണ്ടാകാം, ICC പഠിച്ചിട്ടുണ്ടായിരിക്കാം. നന്നായിട്ട് തിയറി പഠിക്കാം, നമ്മുടെ ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കാം. അത് ശ്രദ്ധിച്ച് NCERT നന്നായിട്ട് മനസ്സിലാക്കാം എന്നുണ്ടെങ്കിൽ അവർ പഠിച്ചത് ഏത് സ്ട്രീമാണെന്ന് പോലും കുഴപ്പമില്ല, തീർച്ചയായിട്ടും കടന്നു വരാം. അപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 2026 നീറ്റിനെ കുറിച്ച് ഓർത്ത് പേടിക്കേണ്ടതായിട്ടില്ല. ഇപ്പം നീറ്റ് ടഫായിട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ക്യാമ്പസിൽ സെലക്ഷൻ കുറഞ്ഞു പോയോ? ഇല്ലല്ലോ. 500-നകത്ത് ഇപ്പോഴും 3100 കുട്ടികൾ 500-നകത്തുണ്ട്. 400-നടുത്ത് എത്തുമ്പോഴത്തേക്കും അത് 10,000-ന് മുകളിലെത്തി. അതായത് ഇവിടെ ഉള്ളവരിൽ 60% മുകളിൽ 400 മാർക്കിന് മുകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം
നീറ്റ് 2026 കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അത് ഇത്രത്തോളം ഇപ്പം 41 വർഷമായല്ലോ. നമുക്ക് ഈ കഴിഞ്ഞ എല്ലാ വർഷത്തെയും റിസൾട്ടുകൾ നിങ്ങൾ കാണുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആത്മവിശ്വാസത്തോടെ കടന്നു വരാം. ആ ഒരു സിസ്റ്റം കറക്റ്റാണ്. വളരെ വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു സിസ്റ്റം തന്നെയാണ്. ജനുവരി വരെ ക്ലാസ് നടത്തിയിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഇത്രത്തോളം പരീക്ഷകളും ഡിസ്കഷനും എല്ലാം നടത്തി തന്നെയാണ് നിങ്ങൾ എക്സസൈസിലോട്ട് വിടുന്നത്. അപ്പം ആഗ്രഹവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ 2026 നിങ്ങൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും വിശ്വസിച്ച് കടന്നു വരാം. സാർ ഈ പറഞ്ഞ പോലെ ആദ്യം വേണ്ടത് ആഗ്രഹമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തവണയും ഇതുപോലെ ആഗ്രഹമൊക്കെ ആയിട്ട് ബ്രില്യൻറ്റിൽ വന്നിട്ട് വളരെ കുറച്ച് മാർക്കുകൾക്ക് ചിലപ്പോൾ സീറ്റ് നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ടാവും. തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് പറയാം, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലോട്ട് പലരും ചാടുന്നുണ്ട്. ആഗ്രഹമുള്ള എത്ര പേര് നിങ്ങൾക്ക് നേടിയെടുത്തു എന്നൊക്കെ പറയുന്നവരുണ്ടാവാം. തീർച്ചയായിട്ടും അവിടെ നമ്മുടെ എല്ലാവർക്കും കിട്ടുമെന്നോ, എല്ലാവർക്കും എയിംസ് കിട്ടുമെന്നോ, എല്ലാവർക്കും ഗവൺമെൻറ് MBBS കിട്ടുമെന്നൊന്നും അല്ല. നമ്മളുടെ ആഗ്രഹം ഇതാണെങ്കിൽ നമുക്ക് ഒരു 26 വയസ്സായി, അല്ലെങ്കിൽ 30 വയസ്സായി, 35 വയസ്സ്, 40 വയസ്സായി, നമുക്ക് തോന്നുന്നു നമ്മളൊന്ന് ട്രൈ ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചാൽ, ഒന്ന് ട്രൈ ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്ന് വിചാരിച്ചാൽ, അങ്ങനെ ഒന്ന് ആഗ്രഹിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമുക്ക് അപ്പോൾ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ, നിങ്ങളുടെ പ്രധാനം ഇതാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യണം. അതിനുള്ള എല്ലാ രസക്കൂട്ടുകളും ഇവിടെ ഉണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അത്ര ആഗ്രഹിച്ച് വന്നിട്ട് വളരെ കുറച്ച് മാർക്കുകൾക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹം ഇനി റിപ്പീറ്റ് ചെയ്യണോ, അത് ചിലപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമായിരിക്കാം, മൂന്നാമത്തെ പ്രാവശ്യമായിരിക്കും. തീർച്ചയായിട്ടും നീറ്റിന് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. കാരണം അത് 2024 വിവാദങ്ങൾ വന്നപ്പോൾ തന്നെ ഈ പല പ്രാവശ്യം പല വർഷങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നത് നെഗറ്റീവ് അല്ലേ എന്നൊരു ചോദ്യം കോടതിക്കും നമ്മുടെ ആ കമ്മിറ്റി റിപ്പോർട്ടുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം നമുക്ക് ഇത്തരത്തിൽ ചിന്തിക്കുന്ന കുട്ടികളോട് ബ്രില്യൻറ്റിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ആഗ്രഹം അത് തന്നെ നമുക്ക് ഏറ്റവും പറയാം. ഇപ്പം ഗംഗാധരൻ സാറാണെങ്കിലും നമ്മുടെ ടോക്കിനകത്തൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ആഗ്രഹം അതാണെങ്കിൽ എത്ര പ്രാവശ്യം ചെയ്തു. നമ്മൾ ആർദ്രയുടെ കാര്യം തന്നെ കഴിഞ്ഞ ഒപ്പത്തിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ ഒപ്പത്തിനായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെയും ആഗ്രഹം തന്നെയാണ് പ്രധാനം. പക്ഷേ ഇവിടെ നമ്മളൊന്ന് ട്രൈ ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് ചാൻസുകാരോടാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. അവിടെ നിങ്ങളുടെ മാർക്കോ ഒന്നും നിങ്ങൾ ഘടകമായി നോക്കരുത്. നിങ്ങൾക്ക് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി നമ്മൾ പറഞ്ഞു. പക്ഷെ ഒന്ന് റിപ്പീറ്റ് ചെയ്തവരോടാണെങ്കിൽ നിങ്ങൾ ഒന്ന് നന്നായിട്ട് ട്രൈ ചെയ്തു അല്ലേ. നമ്മൾ 2024 ബോർഡ് എക്സാം കഴിഞ്ഞു, നമ്മളുടെ ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മൾ നന്നായിട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു, ഞാൻ ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, ഞാൻ ഇവിടം വരെയാണ് എത്തിയത് എന്നുണ്ടെങ്കിൽ ഇനി നമുക്കത് വളരെ പെട്ടെന്ന് വളരെ ഉയർത്താൻ പറ്റും എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. നമുക്കെപ്പോഴാണെങ്കിലും നമ്മുടെ ഒരു ലിമിറ്റ് ഉണ്ടെന്നുള്ളത് വിചാരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ 5 or 10 മാർക്കിനാണ് കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ പെർഫോമൻസിനാണ് കുറഞ്ഞു പോയത്, എന്തെങ്കിലും ഒരു ജെന്യുവിൻ റീസൺ ഉണ്ടെങ്കിൽ അവനവൻ്റെ മനസ്സാക്ഷിയോട് പറയാനൊരു റീസൺ, നമ്മുടെ രക്ഷിതാക്കളോടോ ഞങ്ങളോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാനൊരു റീസൺ അല്ല, അവനവൻ്റെ മനസ്സാക്ഷിയോട് പറയാൻ, ഞാൻ അത്രയും പഠിച്ചില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു, ഹോസ്റ്റലുകളിൽ ഞാൻ അത്ര ഉപയോഗിച്ചില്ല, ഞാൻ ആ ക്ലാസ്സുകൾ അത്ര ഉപയോഗിച്ചില്ല, അത് ഞാനിനി ആവർത്തിക്കില്ല എന്ന് അവനവൻ്റെ മനസ്സാക്ഷിയോട് പറയാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യാം. സക്സസ് റേഷ്യോ വളരെ കൂടുതൽ തന്നെയാണ്. അല്ലാതെ നമ്മൾ നീറ്റ് അല്പം കുറഞ്ഞു പോയി ഉടനെ വീണ്ടും ചെയ്യുകയാണ്, വീണ്ടും ചെയ്യുകയാണ്, ഹൈലി ടെൻഷനാണ്. കാരണം സെക്കൻഡ് ടൈം തേർഡ് ടൈം ഒക്കെ ചെയ്യുമ്പോഴും, കാരണം ഒരു ജനുവരി വരെ നമ്മൾ നല്ല മാർക്കിൽ പഠിക്കും. ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഏറ്റവും ടെൻഷൻ ഈ സെക്കൻഡ് ടൈം തേർഡ് ടൈം ചെയ്യുന്നവർക്കായിരിക്കും, റിപ്പീറ്ററും സൂപ്പർ റിപ്പീറ്ററും ആയിരിക്കും. ആ ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുറപ്പുള്ളവരെ ചെയ്യാവുള്ളൂ. 100% പറയുന്നു, സെക്കൻഡ് ടൈം തേർഡ് ടൈം ചെയ്യുമ്പോൾ ഹൈലി ടെൻഷനായിരിക്കും അല്ലേ. കാരണം നമ്മൾ +2 ശേഷം 2ാമത്തെ വർഷം അല്ല 3ാമത്തെ വർഷം ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നു. അങ്ങനെ 2, 3, 4 വർഷം പഠിച്ചാൽ കിട്ടുമെന്നൊന്നും ഒരു ഉറപ്പില്ല. കാരണം അത് എന്താണെങ്കിലും നമുക്കൊരു ഒരു ലെവലുണ്ട്. എക്സാമിൻ്റെ പാറ്റേണൊക്കെ അത്രയ്ക്ക് നമുക്ക് അല്ലെങ്കിൽ ചേർന്ന് വന്നാൽ മാത്രമേ മിറക്കിളൊക്കെ സംഭവിക്കുകയുള്ളൂ. മിറക്കിളൊന്നും ഒരിക്കലും സംഭവിക്കുന്ന വിചാരിച്ചുകൊണ്ടൊന്നും സെക്കൻഡ് ടൈം തേർഡ് ടൈം ചെയ്യരുത്. നമ്മളവിടെ ജെനുവിനായിട്ട് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു, എത്രത്തോളം നമ്മൾ എക്സാമുകൾ എഴുതി, എത്രത്തോളം മോഡൽ എക്സാം എഴുതി, നമ്മൾ ആ ഒരു ദിവസം എത്രത്തോളം പെർഫോം ചെയ്തു എന്നൊക്കെ എന്നുള്ളത് നോക്കിയിട്ട് തന്നെ സെക്കൻഡ് ടൈം ചെയ്യുകയുള്ളൂ. ജനുവരി മുതൽ നല്ല ടെൻഷനിലായിരിക്കും. ആ ടെൻഷൻ ഉണ്ടാവില്ല. കാരണം ജനുവരി വരെ നിങ്ങൾക്ക് ഭയങ്കര മാർക്കായിരിക്കും. സെക്കൻഡ് ടൈം തേർഡ് ടൈം സൂപ്പർ റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് നമ്മുടെ എക്സാമുകളിലൊക്കെ ഭയങ്കര മാർക്കായിരിക്കും, എപ്പോഴും ടോപ്പിനകത്തൊക്കെ വരും. ജനുവരി ആകുമ്പോഴത്തേക്കുമാണ് എക്സാമിനോടുള്ള ഈ ഓവർ ആങ്സൈറ്റി വരും, അല്പം മാർക്ക് കുറയും, ടെൻഷൻ അടിച്ച് മാർക്ക് കുറയാൻ തുടങ്ങുന്നത് പിന്നെ ഗ്രാജുവലായിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ടെൻഷൻ അതിൻ്റെ മുകളിൽ വരും സെക്കൻഡ് ടൈം തേർഡ് ടൈം ഫോർത്ത് ടൈം ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും. അങ്ങനെ വരില്ല. എനിക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയാം. ക്ലാസ്സുകൾ
പരീക്ഷകളുടെ പ്രാധാന്യം എന്താണ്, മോഡൽ എക്സാമിൻ്റെ പ്രാധാന്യം എന്താണ്, റെഫറൻസ് എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കണം, ഡൗട്ട് ക്ലിയറൻസ് എങ്ങനെ ഉപയോഗിക്കണം, ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇതെല്ലാം യാഥാർത്ഥ്യം മനസ്സിലാക്കി ചെയ്യാനാണെങ്കിൽ അതൊരു 10% പേരെ ഉള്ളൂ എന്നും മനസ്സിലാക്കുക. അല്ലാതെ 5 മാർക്ക് കുറഞ്ഞു പോയവരോ 10 മാർക്ക് കുറഞ്ഞു പോയവരോ 100 മാർക്ക് കുറഞ്ഞു പോയോ എല്ലാവരും റിപ്പീറ്റ് ചെയ്യരുത്. സെക്കൻഡ് ടൈമോ തേർഡ് ടൈമോ സൂപ്പർ റിപ്പീറ്റ് ഒന്നും ചെയ്യരുത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു 60% സാധ്യത ഉള്ളെന്നങ്ങ് വിചാരിച്ചേ ഞാൻ സെക്കൻഡ് ടൈം ചെയ്യാൻ പോകുന്നു, തേർഡ് ടൈം ചെയ്യാൻ പോകുന്നു, അല്ലെ സൂപ്പർ റിപ്പീറ്റ്, എനിക്ക് 60% സാധ്യതയേ ഉള്ളൂ എന്ന് വിചാരിച്ച് ചെയ്തേ. കാരണം ബാക്കിയുള്ള ഫ്രഷേഴ്സൊക്കെ കയറി വരുന്നുണ്ട്. അങ്ങനെ അല്ലാതെ ഒരു 5 മാർക്ക് കുറഞ്ഞു 10 മാർക്ക് കുറഞ്ഞു അല്ലെ 100 മാർക്ക് കുറഞ്ഞു അല്ലെ 200 മാർക്ക് കുറഞ്ഞു എല്ലാവരും കയറി റിപ്പീറ്ററും സൂപ്പർ റിപ്പീറ്ററും 4 ടൈമും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. 60% കിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പം മനസ്സിലാകും നമ്മുടെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. എന്നിട്ട് ഒരു കാരണവശാലും ഞാൻ ടെൻഷൻ അടിക്കില്ല എന്ന് പറയുന്നത് ഓവർ ആങ്സൈറ്റി, മാർക്കും ടെൻഷനും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതല്ല, ഓവർ ആങ്സൈറ്റി അങ്ങനെ ഉണ്ടാവില്ല. എനിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം. ആ ഒരു ദിവസം ഏറ്റവും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാനായിട്ടുള്ള പരിശീലനമാണ് ഞാൻ നടത്തേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി. എല്ലാ ദിവസവും എനിക്ക് നീറ്റ് എക്സാം ആണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ശ്രദ്ധിച്ച് ക്ലാസ്സുകളിലൊക്കെ ഇരുന്ന് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ ചിലരെങ്കിലും പറയും, ഞാൻ ഈ കേട്ട ക്ലാസ്സുകൾ തന്നെ എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. സാറേ, ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ പല ആവർത്തി കേട്ടതാണ്, അപ്പോൾ എനിക്കിനി ക്ലാസ് വേണ്ട, എനിക്കിനി കുറച്ച് ടഫുള്ള കുറച്ച് ചാപ്റ്റർ മാത്രം മതി, ഞാൻ ബാക്കിയുള്ളതൊക്കെ റൂമിൽ പോയിരുന്ന് പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചില ക്ലാസ്സുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടികളുണ്ട്. അവരുടെ റിസൾട്ട് നോക്കിയാൽ അറിയാം 1% പോലും റിസൾട്ട് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും അല്ല. നമ്മൾ സെക്കൻഡ് ടൈം ചെയ്യണം, തേർഡ് ടൈം ചെയ്യണം, പിന്നെ ഒരു റിസ്ക് ഇല്ല, ഒരു മിനിമം ബാലൻസ് ഇല്ല. നമ്മൾക്ക് ഏറ്റവും ടോപ്പായിട്ട് വന്നേ പറ്റുള്ളൂ. ജൂൺ മുതൽ അല്ലെ ജൂലൈ മുതൽ ചേരുന്നു, എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നു. എവിടെ നിന്ന് വേണേൽ ചോദ്യം വരാം. എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നു, എല്ലാ പരീക്ഷകളും അറ്റൻഡ് ചെയ്യുന്നു. ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലാതെ ചില ചാപ്റ്റർ വേണ്ട, എനിക്കിനി ബയോളജി കേൾക്കുകയേ വേണ്ട, ഞാൻ ബാക്കിയുള്ളത് മാത്രം എനിക്ക് പഠിച്ചാൽ മതി, അങ്ങനെയൊന്നും വിചാരിക്കുന്ന ദയവായിട്ട് സെക്കൻഡ് ടൈമും തേർഡ് ടൈമും ചെയ്യരുത്. മൊത്തം നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡ് ടൈം തേർഡ് ടൈം ചെയ്യാവുള്ളൂ. രക്ഷകർത്താക്കളും ഇത് അറിയണം. കാരണം അവരിപ്പം ശരിയാണ്, അവരുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു, അപ്പോൾ നീറ്റ് എഴുതിയിട്ട് അല്പം മാർക്ക് കുറഞ്ഞു. അപ്പോൾ അവർ ആദ്യമായിട്ട് എന്താണ് പറയാൻ പോകുന്നത്? എല്ലാവരും പറയാൻ പോകുന്നത്, ഞാൻ ഒന്നും കൂടെ ചെയ്യാൻ പോകും, എനിക്കൊരു അവസരം കൂടെ തരണം, ഞാൻ ഓൺലൈനായിട്ട് പഠിച്ചോളാം, എന്തെങ്കിലും പറയും, ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്തോളാം, ഞാൻ ഇനി നന്നായിട്ട് പഠിച്ചോളാം എന്ന് പറയും. 60% സാധ്യതയുള്ളതെന്ന് നിങ്ങൾ പറയണം, വ്യക്തമായിട്ട് പറയണം. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ധാരാളം സാധ്യതകളുണ്ട്, ധാരാളം ഡിഗ്രി പ്രോഗ്രാമുകളുണ്ട്. നല്ലൊരു ഗ്രാജുവേറ്റ് ആയാൽ മാത്രം മതി. 2028, 30, 32 കാലഘട്ടങ്ങളിൽ ഏറ്റവും നല്ല വിജയം വരിക്കുന്ന, ജീവിത വിജയം വരിക്കുന്നവർ നിങ്ങളായിരിക്കും. കാരണം അത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മറ്റുള്ള ധാരാളം കോഴ്സുകളെക്കുറിച്ച്, അതിൻ്റെ സിലബസിനെ കുറിച്ച്, അവരുടെ സക്സസ് റേഷ്യോ ഒക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് തന്നെ വേണം സെക്കൻഡ് ടൈം തേർഡ് ടൈം ഒക്കെ ചെയ്യാനായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ട്. സാർ, ഇപ്പോൾ തീർച്ചയായിട്ടും നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തിയറിറ്റിക്കൽ ക്ലാസ്സുകൾ കാണേണ്ട പകരം എക്സാമുകൾ എഴുതിയാൽ മതി. ബെർലിൻ്റെ എക്സാമിലൂടെ തന്നെ എയിംസ് ഡൽഹിയിലൊക്കെ എത്തിയ വിദ്യാർത്ഥികളുണ്ടല്ലോ എന്ന്. തീർച്ചയായും നമ്മളിപ്പോൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ്. അതെ. അപ്പോൾ സാർ, അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ എന്തായിരിക്കണം ചെയ്യേണ്ടത്? അവരുടെ ഒരു സാധ്യതകളെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ തോട്ട് എത്രത്തോളമായിരിക്കണം? തീർച്ചയായിട്ടും. കാരണം ബെർലിൻ്റെ ടെസ്റ്റ് സീരീസ് മാത്രമേ എഴുതിയവർ തന്നെ നമ്മൾ എയിംസിലും എല്ലാ വർഷവും എയിംസിലും ഏറ്റവും ടോപ്പ് റാങ്ക് ഉൾപ്പെടെ ധാരാളം റിസൾട്ടുകൾ ബെർലിൻ ടെസ്റ്റ് സീരീസിനുണ്ട്. പരീക്ഷകൾ മാത്രം എഴുതിയിട്ടുള്ളവരുണ്ട്. ടെസ്റ്റ് സീരീസുകൾ മാത്രമായിട്ട് തീർച്ചയായിട്ടും നോക്കാം. അവർ വളരെ നന്നായിട്ട് തിയറി പഠിച്ചിട്ടുണ്ട്. അവർക്ക് ആ ദിവസത്തെ ഒരു ഇതുകൊണ്ട് മാത്രം കിട്ടാതെ പോയവരാണ്. അപ്പം അവർക്ക് ഇനിയിപ്പോൾ ഒന്നും കൂടെ മൊത്തം ക്ലാസ്സുകൾ കേൾക്കുന്നവർക്ക് അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റൊരു കോഴ്സിന് അവർ ചേരുന്നു. അഗ്രികൾച്ചറിനോ വെറ്റിനറിക്കോ എഞ്ചിനീയറിങ്ങിനോ നഴ്സിങ്ങിനോ, നമ്മുടെ സാധാരണ കോളേജുകളിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പോലുള്ള ബയോളജിയൊക്കെ ചേർന്ന് ഡിഗ്രി ചെയ്യുന്നവരുണ്ട്. നമ്മൾ കണ്ടതാണ് എയിംസിൽ. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് MBBSനോട് ഭയങ്കര താല്പര്യമുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓവർ ആങ്സൈറ്റിയിലോട്ട് പോകുന്നവർ, അമിതമായ ടെൻഷൻ ഉണ്ടാകുന്നുള്ളവർക്ക് ഏറ്റവും നല്ല മരുന്നാണ് നിങ്ങളിപ്പോൾ ഒരു കോഴ്സിനങ്ങ് ചേരുക, മറ്റൊരു കോഴ്സിന് ചേരുക. കാരണം നമ്മൾ പറഞ്ഞു സെക്കൻഡ് ടൈം തേർഡ് ടൈം ചെയ്യുമ്പോൾ ടെൻഷനാണെന്ന് പറഞ്ഞു, ഓവർ ആങ്സൈറ്റിയാണ്, അത് അടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കോഴ്സിന് ചേരുക. എന്നിട്ട് ടെസ്റ്റ് സീരീസുകൾ എഴുതുക. ബെർലിൻ്റെ ആദ്യം മുതൽ ജൂൺ മുതൽ തന്നെ ബെർലിൻ്റെ ടെസ്റ്റ് സീരീസുകളുണ്ട്. നന്നായിട്ട് എഴുതുക. ജനുവരി ആകുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് മോഡൽ എക്സാമിലോട്ട് കിടക്കുക. ഏപ്രിൽ ഇത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് പരീക്ഷകളിലോട്ട് പോവുക. തീർച്ചയായിട്ടും നമുക്കൊരു റിസൾട്ടിലോട്ട് എത്താനായിട്ട് സാധിക്കും. അത് ആ ഒരു വിഭാഗം നന്നായിട്ട് ചെയ്തു, നന്നായിട്ട് തിയറി മനസ്സിലായി, എന്നാലും നമുക്ക് ഇത്തവണ കിട്ടിയില്ല,
നമുക്കൊരു പരീക്ഷകളുടെ പ്രാക്ടീസാണ് കുറവ് എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും അത് ചെയ്യാം. മറ്റു പലയിടത്തും പഠിക്കുന്നവർക്ക് ബ്രില്യൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രില്യൻ്റ് ടെസ്റ്റ് സീരീസ് ചേരാം, അല്ലേ? മറ്റു പലയിടത്തും ആണ് പഠിക്കുന്നത്, അപ്പം നമ്മുടെ കൂടെ ചേരാനായിട്ട് സാധിക്കും. മറ്റു പല കോഴ്സുകൾക്കും പഠിക്കുന്നവർക്ക് അവർക്കൊക്കെ ടെസ്റ്റ് സീരീസ് വളരെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഇതിൻ്റെ സിലബസ് മറന്നു പോകാതെ ഇതിൻ്റെ കൂടെ നിൽക്കാനും ഏപ്രിൽ വളരെ ശ്രദ്ധിച്ച് ഇതിൻ്റെ കൂടെ മുമ്പോട്ട് പോകാനും നീറ്റ് എഴുതാനൊക്കെ ആയിട്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നീറ്റ് 2025 കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഒരുപാട് വിമർശനങ്ങളും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ വിവരമാണ് ശിവൻ സാറ് ഇന്ന് മുഴുവൻ പറഞ്ഞത്. അതിൽ വിമർശനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, ആ കുട്ടി എങ്ങനെ ചിന്തിക്കണം, പിന്നെ ആ കുട്ടി എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് വേണം ഇനിയുള്ള ഓരോ ചുവടുവെപ്പും എന്നുള്ളത് ശിവൻ സാറിനൊപ്പത്തിൽ ഇന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ നമ്മൾ അധികമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രകൃതി നമുക്കത് നേടിത്തരുമെന്ന് പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ. തീർച്ചയായിട്ടും അത് നമ്മൾ റിപ്പീറ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴും ഇപ്പോൾ +2 ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ, അപ്പം നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആഗ്രഹം ഉണ്ടായിരുന്നു. +1 +2 നമുക്ക് നന്നായിട്ട് തിയറി അറിയാം, ഒരുവിധമെങ്കിലും നമുക്ക് തിയറി നന്നായിട്ട് അറിയാം. അപ്പം മാർക്കാണോ ഇതിന് അടിസ്ഥാന ഘടകം? പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് കഴിവുണ്ട്, ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളൊരു ധാരണയുണ്ട്. ധൈര്യമായിട്ട് ചെയ്യണം, അല്ലേ? ധൈര്യമായിട്ട് ചെയ്യണം. കാരണം അതിന് ഒരു വർഷം എന്നുള്ളതൊന്നും ദയവായിട്ട് ഇതൊരു നെഗറ്റീവ് ഒരു തോട്ടിൽ എടുക്കരുത്. 2025 കഴിഞ്ഞവരോടും ഇപ്പം 2025 കഴിഞ്ഞിട്ട് അപ്പം അല്പം മാർക്ക് കുറഞ്ഞിട്ട് ഒരു വർഷം നഷ്ടപ്പെട്ടല്ലോ എന്ന് ഒരിക്കലും വിചാരിക്കുകയും ചെയ്യരുത്, അല്ലേ? കാരണം ഇത്രത്തോളം ക്ലാസ്സുകളിലൂടെയും ഇത്രത്തോളം പരീക്ഷകളിലൂടെയും നിങ്ങളുടെ മെൻ്റൽ പവർ എത്രത്തോളം മാറിയിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം 2024 ജൂണിൽ വന്നതിനേക്കാളും 2025 ജൂണിലായപ്പോഴേക്കും വ്യക്തിപരമായിട്ട് എത്രത്തോളം നിങ്ങൾ വികാസം പ്രാപിച്ചവരാണ് എന്നുള്ളതൊന്നും സ്വയം മനസ്സിലാക്കുക. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ എല്ലാ ഇതും എല്ലാം മറന്ന് ഞാൻ അധ്വാനിച്ചു. ഇൻ കേസ് എനിക്കത് കിട്ടിയില്ല, പക്ഷേ അതുകൊണ്ട് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യണം, നമ്മൾ എത്രത്തോളം ഡെവലപ്പായി എന്നൊന്നൊന്ന് അവനവനോട് ചോദിച്ചു നോക്കിയേ. ഏറ്റവും കൂടുതൽ നിങ്ങളിനി ഏത് കോഴ്സിൽ ചേർന്നാലും, ഏത് മേഖലയിൽ ചേർന്നാലും, ഏത് സ്ഥാപനത്തിൽ ചേർന്നാലും നിങ്ങളായിരിക്കും അവിടുത്തെ ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളും, എന്നൊരു സംശയവുമില്ല. 2026 വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്കും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. കാരണം അവനവൻ ആഗ്രഹമാണെങ്കിൽ, കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഞങ്ങൾ പറയുന്ന രീതിയിലൊക്കെ ഒന്ന് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യണം. അതിന് ഒരു വർഷം എന്നുള്ളത് ഒരിക്കലും ഒരു വിലങ്ങുതടിയാകരുത്. കാരണം 50ാമത്തെ വയസ്സിൽ ഞാനൊന്ന് ആഗ്രഹിച്ചിട്ട് ഇത്രത്തോളം മെഡിക്കൽ കോളേജുകളിൽ പോയി ഇത്രത്തോളം ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ടു, ഞാൻ ഇനി എത്രത്തോളം ആഗ്രഹിച്ചു കഴിഞ്ഞാലും എനിക്കൊരു പരിധിയുണ്ട് എത്താനായിട്ട്. കാരണം അന്ന് എനിക്കൊന്നും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഇന്ന് തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. ധൈര്യമായിട്ട് കഠിനാധ്വാനം ചെയ്യാനുള്ളവർക്ക് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലെ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നാണ്. അതെ, അപ്പോൾ മനസ്സുണ്ടെങ്കിൽ അതിനുള്ള വഴിയും ഉണ്ടാവും. അപ്പോൾ ആ ഒരു വഴിയിൽ ബ്രില്യൻ്റ് ഒരുപാട് ആളുകൾ നിങ്ങളെ ചേർത്ത് നിർത്താനുണ്ടാവും. അപ്പം ഫാക്കൽറ്റീസിൻ്റെ കാര്യത്തിൽ, കാരണം ഫാക്കൽറ്റീസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ കാര്യത്തിലാണ്, മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞു. അപ്പം അവരെല്ലാം 24 മണിക്കൂറും × 365 ഡേയ്സ് നമുക്ക് ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ചും ആഗ്രഹിച്ചും ഒക്കെ നമ്മൾ ഒരു ഗവൺമെൻറ് സീറ്റും കൂടെ കൂടുതൽ ഒരാൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ മുമ്പോട്ട് പോകുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ ഒരു കുടുംബത്തിലോട്ട് തന്നെ തീർച്ചയായിട്ടും കടന്നു വരാം. യെസ്. അപ്പോൾ ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ബ്രില്യൻ്റിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളോടൊപ്പം ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ബ്രില്യൻ്റ് ഫാമിലിയുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.